ക്രിസ്തുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പിതാവും പുത്രനും ഒരേ മഹത്വം പങ്കുവയ്ക്കുന്നു, അതിൽ പങ്കാളികളാകുന്നുവെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പരാമർശമില്ലെങ്കിലും പരിശുദ്ധാത്മാവും ഇവിടെ ഒരേ മഹത്വം തന്നെ പങ്കുവയ്ക്കുന്ന വ്യക്തിയാണ്. 3 വ്യക്തികളാണെങ്കിലും ഏക ദൈവമാണ്. ഇന്നത്തെ സുവിശേഷം അനുസരിച്ച് പ്രധാനമായിട്ടും 4 കാര്യങ്ങളിൽ ഇവർ ആ തുല്യത പങ്കുവയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് ആ ലക്ഷ്യത്തിലുള്ള തുല്യതയാണ്. പിതാവിൻ്റെ ലക്ഷ്യമെന്താണ്? മനുഷ്യനെ രക്ഷിക്കുക, മനുഷ്യനെ ജീവനേകുക എന്നത്. ഇത് തന്നെയാണ് പുത്രനായ യേശുവിൻ്റെ ലക്ഷ്യവും ദൗത്യവും. മനുഷ്യനെ രക്ഷിക്കുക, അവന് ജീവൻ നൽകുക. രണ്ടാമതായിട്ട് പ്രവർത്തനത്തിലുള്ള തുല്യത. പിതാവ് പ്രവർത്തിക്കുന്നത് തന്നെയാണ് പുത്രനും പ്രവർത്തിക്കുന്നത്. പിതാവ് പ്രവർത്തിക്കുന്നതൊക്കെയും പുത്രന് കാണിച്ചു കൊടുക്കുന്നു. പുത്രനും യേശുവും അത് തന്നെ പ്രവർത്തിക്കുന്നു. മൂന്നാമതായിട്ട് ആ അധികാരത്തിലുള്ള തുല്യത. പിതാവ് ചെയ്യുന്നത് മരിച്ചവരെ ഉയർപ്പിച്ച് അവർക്ക് ജീവനേൽക്കുന്നു. ഇത് തന്നെയാണ് പുത്രനായ യേശു ക്രിസ്തുവും ചെയ്യുന്നത്. മരണത്തെ തോൽപ്പിച്ച് എല്ലാവരെയും ജീവൻ നൽകുക എന്നത് തന്നെയാണ് ഈ പുത്രൻ്റെ അധികാരവും. ഇവിടെ അധികാരത്തിലുള്ള തുല്യത നാം കാണുകയാണ്. നാലാമതായിട്ട് മഹത്വത്തിലുള്ള തുല്യത. പിതാവും പുത്രനും ഒരേ മഹത്വം, പരിശുദ്ധാത്മാവും ഒരേ മഹത്വം പങ്കുവയ്ക്കുകയാണ്. അതായത് പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ നാം പുത്രനെയും ബഹുമാനിക്കണമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്താണ് ഈ പുത്രൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്? പുത്രൻ്റെ ലക്ഷ്യം മനുഷ്യന് ജീവൻ നൽകുക. എങ്ങനെയാണ് ജീവൻ നൽകുന്നത്? അവൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുക. അതായത് യേശു പറഞ്ഞ ഓരോ വാക്കും വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ജീവൻ ഉണ്ടാകുന്നത്. നിത്യജീവൻ. നിത്യജീവനെക്കുറിച്ച് നാം എന്തുമാത്രം ഗൗരവത്തോടെ ചിന്തിക്കുന്നു. നിത്യമായിട്ടുള്ള ഭവനത്തിലേക്ക് യാത്രയാകുമ്പോൾ നമുക്ക് വേണ്ടത് ആവർത്തിച്ചാവർത്തിച്ച് യേശു പറഞ്ഞ വചനങ്ങൾ, പ്രത്യേകിച്ച് സുവിശേഷ ഭാഗങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് ധ്യാനിച്ച് പഠിക്കുക, അത് ജീവിക്കുക എന്നതാണ്. ഇതാണ് നമുക്ക് ജീവൻ നൽകുന്നത്. അവസാനമായിട്ട് നാം കാണുന്നുണ്ട് നമ്മുടെ വിളി എന്താണ്? ആ യേശുവിനെ അനുകരിക്കുക എന്നതാണ്. യേശുവിന് ഈ പദവി ഉണ്ടായിരുന്നു. ഫിലിപ്പിയർക്ക് ഇത് ലേഖനത്തിൽ പൗലോസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവൻ ദൈവപുത്രനായിരുന്നിട്ടും ആ പദവി മുറുകെ പിടിക്കാതെ സ്വയം ശൂന്യനായി മരണം വരെ ദാസനായി തന്നെ വിട്ടുകൊടുക്കുന്ന യേശുനാഥൻ. ഇതുതന്നെയാണ് നമ്മുടെ വിളിയും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.